ഞങ്ങൾ ബാഗ് മേടിക്കാൻ പോവുകയാണ് ആദിക്ക്. നിന്നെ കൊണ്ടു പോന്നേ എന്താ അങ്ങനെ ഒരു തോക്കുന്ന? കുഞ്ഞിക്ക് ബാഗ് മേടിക്കണില്ലല്ലോ. കുഞ്ഞിക്ക് സ്കൂളിന്റെ പേര് എഴുതിയ ബാഗല്ലേ, പിന്നെ എന്തിനാ നിനക്ക് ബാഗ്? ഞങ്ങൾ ആദിക്ക് ബാഗ് മേടിക്കാൻ പോവാ. ആമിക്ക് ഇപ്രാവശ്യം ബാഗ് മേടിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടിരിക്കണം. കാരണം കേടാവുമ്പോ മേടിക്കാലോ. ആദ്യം പുതിയ സ്കൂളിലേക്കാ, പിന്നെ 5th അപ്പൊ LP പോലെ അല്ലല്ലോ, UP വരുമ്പോ ബുക്സിന്റെ എണ്ണം വ്യത്യാസമുണ്ട്. അപ്പൊ UP കിടക്കുമ്പോ പുതിയ ബാഗ് മേടിക്കാന്ന് വെച്ചു. പിന്നെ പുതിയ സ്കൂളാണ്. ആമിയുടെ ബാഗിന് ഒരു കുഴപ്പമില്ല. ആമി അതിന് വല്ലപ്പോഴാണ് വലിയ ബാഗ് ഇതൊക്കെ കൊണ്ടുപോകണം. പിന്നെ കുറെ മത്സരങ്ങൾക്കൊക്കെ ചെറിയ ബാഗ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് പോകാം. അവിടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എല്ലാം കൂടെ മേടിച്ചിട്ട് വരാം. ബുക്സ് ഒന്നും മേടിക്കില്ല അവിടുന്ന്. ബാക്കി എന്തെങ്കിലുമൊക്കെ നല്ലത് കിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ബാഗ് മാത്രം മേടിച്ച് തിരിച്ചു വരും. ആദ്യക്കൊരു ബാഗ് കിട്ടി ഗൈസ്. അമേരിക്കൻ ടൂറിസ്റ്റിന്റെ ബാഗ് 699 രൂപ. യോഗയ്ക്ക് യോഗ മാറ്റ് ഓടിക്കാനാണോ? ബോറടിക്കുന്ന കളർ മാറ്റാം. എനിക്ക് നിന്റെയൊക്കെ യൂസ് ഒന്നുകൂടി പൗച്ചല്ലോ നല്ലത്. ബോക്സ് ആകുമ്പോൾ എപ്പോഴും താഴെ വീഴും അല്ലേ? ബട്ട് സൗണ്ട് കേക്കട്ടെ പറഞ്ഞു. പക്ഷേ നമുക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ ഇത് നോക്കാം. അവിടെ വെച്ചോ. വെള്ളത്തിലും ഇടാം, പാലക്കുഴിയിലും കൊണ്ടിടാൻ നീന്തട്ടെ. അതോന്ന് ഇതിൽ പഠിച്ചു, നീ പഠിച്ചില്ലല്ലോ. മരുന്നൊഴിച്ച് വെക്കാം അമ്മയ്ക്ക്. അതെ കുട്ടെ $250. എങ്ങോട്ട് പോവാം? ഉണ്ടോ? ഇത് കട്ടര് പെൻസിലിൽ വെച്ച് ചെക്ക് ചെയ്ത് ഞാൻ അതെടുക്കട്ടെ. വേറെ എടുക്കില്ല കേട്ടോ. ഈ ഭാഗം രസല്ലേ? ഇത് നല്ല രസമുണ്ട് ഈ ബാഗ്. പിങ്ക് വേണോ? വേറെ വെറൈറ്റി ഒരു ലാവൻഡർ പീച്ച്. ലാവൻഡർ കണ്ടായിരുന്നു, അത് രസമുണ്ടല്ലേ. ഇനി വേണം കൺഫ്യൂഷൻ ആക്കാൻ? ഇല്ല, അത് പിങ്ക് തന്നെയാണ്. ബ്ലൂ ഇല്ല, ഇത് വേണം. ഗ്രേ ഉണ്ട്. ഗ്രേ പക്ഷെ രസമില്ല. ഈ ബ്ലൂ ഉണ്ട്, അത് വേണം. ഇതിന് നല്ല ഇടയിൽ മതി. ഏത് വേണം? അമ്മ പറയും ഏത് വേണമല്ലോ എടുത്തോ, എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. ബ്ലൂ മതിയാ? ഇത് മതിയാ? ബ്ലൂ മതി. ബ്ലൂ പോരെ? ഇതാകുമ്പം ഇത് കളർ ഫെയ്ഡ് ആയാലും അറിയില്ല. താഴെ ഇട്ടിട്ട് പൊക്ക് നല്ല രസല്ലേ? മതി. അത് കേടാക്കുന്നു, അതിന് വില കൂടുതലാ. കേടാക്കി മേടിക്കണ്ടല്ലോ. अब
അബ്ജേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ബാഗ് മേടിക്കാൻ പോകുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ വാങ്ങിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റിലയൻസിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ആൾ അവിടെ നിന്ന് പോണ വഴിക്ക് അവിടെ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ ബാഗൊക്കെ സിബൊക്കെ തുറന്ന് നോക്കി കുറേ പ്രഹസനമൊക്കെ കഴിഞ്ഞ് അത് മേടിച്ചു കേട്ടോ. പിന്നെ വീട്ടിലേക്ക് ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു, അതൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വിശക്കുന്നുണ്ടോ എന്തെങ്കിലും കഴിക്കണോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ പുതിയ അവിൽ മിൽക്കിൻ്റെ ഷോപ്പ് വന്നിട്ടുണ്ട് സെൻറ്റ് തോമസ് റോഡിൽ. അപ്പോൾ അവിടുന്ന് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ കയറി കേട്ടോ. അവിൽ മിൽക്കിൻ്റെ തന്നെ വെറൈറ്റീസ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞാനും അഭിചേട്ടനും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, വെള്ള കളറിനിരിക്കുന്ന എന്തോ ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അഭിചേട്ടൻ ബൂസ്റ്റ് സ്പെഷ്യലാണ് അഭിചേട്ടൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ പേര് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിള്ളേർക്ക് ഷെയ്ക്ക് മതി എന്ന് പറഞ്ഞിട്ട് അവരൊരു ഷെയ്ക്ക് ഓർഡർ ചെയ്തു. കാരണം അവർ ഒരാൾ ഫുള്ളൊരു ഷെയ്ക്കൊന്നും കഴിക്കില്ല. അപ്പോൾ അവർ എന്തോ ചോക്കോൻ്റെ മിക്സ് ആയിട്ടുള്ള സംഭവമാണ് അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് അവർ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. ഞാൻ കഴിച്ചത് എന്തായാലും എനിക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് പറയാൻ അത് ഞാൻ മറന്നുപോയി എൻ്റെ പേര്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്ക് ടു ഷോപ്പിങ്ങിൻ്റെ ഇനി വേറൊരു വീഡിയോയും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.